ഇൻസാഫ് നീതി ഡ്രാമ നാടകം. ഇൻസാഫ് എന്ന നാടകത്തിലെ താലീമി സർഗർമിയാം പഠന പ്രവർത്തനങ്ങൾ. ഒന്നാമത്തെ പ്രവർത്തനം ഡ്രാമ ഹോർസെ പഠിയെ ഓർ സവാലോं के जवाब लिखिए. ഡ്രാമ ശ്രദ്ധിച്ച് വായിച്ച് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ഫര്യാദി ഹൗറത്ത് ने बादशाह से क्या शिकायत की. പരാതിക്കാരിയായ സ്ത്രീ രാജാവിനോട് എന്താണ് പരാതിപ്പെട്ടത്? ആപ്കെ രഹത്തെ ഹുയെ, താങ്കൾ ജീവിച്ചിരിക്കെ മേരെ സഹാക് ലുട്ട് ഗയ, എൻ്റെ വിവാഹ ജീവിതം നഷ്ടപ്പെടുത്തി. മേരെ ഷൗഹർ കോ, എൻ്റെ ഭർത്താവിനെ ടേർ മാർക്കർ, അമ്പെഴുത് ഹിലാ കർ ദിയ ഗയ, കൊലപ്പെടുത്തി. അബ് മേരെ ക്യാ ഹോഗ, ഇനി എനിക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യും? രണ്ടാമത്തെ ചോദ്യം ബാദഷാനെ ഫരിയാദ് സുൻകർ ക്യാ ഫൈസല സുനായ, രാജാവ് പരാതി കേട്ടിട്ട് എന്ത് തീരുമാനമാണ് കേൾപ്പിച്ചത്, അല്ലെങ്കിൽ എന്ത് തീരുമാനമാണ് എടുത്തത്? ബാദഷാക്ക് ബീവി നൂർജഹാനെ, രാജാവിൻ്റെ ഭാര്യയായ നൂർജഹാൻ, ഫര്യാദി ഹൗറത്ത്ക്ക്, പരാതിക്കാരിയായ സ്ത്രീയുടെ, ഷൗഹർക്കോ, ഭർത്താവിനെ, ടേർ മാർക്കർ, അമ്പെഴുത്, ഹിലാ കർ ദിയ ഗയാ ഹെ, കൊലപ്പെടുത്തിയിരിക്കുന്നു. ഉസ്മേ, അതിൽ, ബാദഷാ എ ഫൈസല സുനായ, രാജാവ് ഈ തീരുമാനമാണ് അറിയിച്ചത്. കെ എന്തെന്നാൽ, നൂർജഹാനെ, നൂർജഹാൻ, തുമാരെ സഹാക് ചീന ഹെ, നിങ്ങളുടെ വിവാഹ ജീവിതം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ വിധവയാക്കിയിരിക്കുന്നു. തും ബി ഉസ്കാ സഹാക് ചീൻ ലോ, നിങ്ങളും അവരുടെ വിവാഹ ജീവിതം നഷ്ടപ്പെടുത്തു, അല്ലെങ്കിൽ വിധവയാക്കൂ. ഓർ ബാദഷാ, കൂടാതെ രാജാവ്, ഉസ്കാ സർ, അദ്ദേഹത്തിൻ്റെ തല, ഉസ്കെ തൻസെ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും, ജുദാ കർണേക്കോ, വേർപ്പെടുത്താൻ, കഹത്തെ ഹെ, പറയുന്നു. മൂന്നാമത്തെ ചോദ്യം ഇസ് ഡ്രാമേമേ കിസ്നെ കിസ്കെ സാത്ത് ഇൻസാഫ് കിയ, ഈ നാടകത്തിൽ ആര് ആരോടാണ് നീതി കാണിച്ചത്? അപ്നെ ഖയാലാത്ത് ലിഖിയെ, നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ഡ്രാമ ഇൻസാഫ് മേ ബാദഷാ ജഹാംഗീറിനെ ഔറത്ത് കെ സാത്ത് ഇൻസാഫ് കിയ, ഡ്രാമ ഇൻസാഫിൽ രാജാവ് ജഹാംഗീറാണ് സ്ത്രീയോട് നീതി കാണിക്കുന്നത്. പിന്നെ അഭിപ്രായങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഫര്യാദി ഔറത്ത് ബി നൂർജഹാൻ കെ ഗുനാഹ് കോ ഉസ്കോ മാഹ്ലൂം കർ ദേത്തി തി, പരാതിക്കാരിയായ സ്ത്രീ നൂർജഹാൻ്റെ തെറ്റ് അവൾക്ക് കാണിച്ചു കൊടുത്തു, അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുത്തു. ഫര്യാദി ഔറത്ത് കഹത്തെ ഹെ, അതുപോലെ ഫര്യാദി ഔറത്ത് പറയുന്നു. കെ എന്തെന്നാൽ, നൂർജഹാൻ കെ ഷൗഹർ ബാദഷാ കോ മാർനെ സെ, നൂർജഹാൻ്റെ ഭർത്താവായ രാജാവിനെ കൊല്ലുന്നതിലൂടെ, മേരി ഷൗഹർ വാപ്പസ് നഹി ആയെങ്കി, എൻ്റെ ഭർത്താവ് തിരിച്ചു വരാൻ പോകുന്നില്ല. ഇസ്ലിയെ, അതുകൊണ്ട്, മേ യേ നഹി കരൂങ്കി, ഞാൻ ഇത് ചെയ്യുന്നില്ല. രാജാവ് അദ്ദേഹത്തിൻ്റെ തല വെട്ടാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ഫര്യാദി ഔറത്ത് പറഞ്ഞ കാര്യമാണിത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ബാദഷാ ഫര്യാദി ഔറത്ത് കോ, രാജാവ് പരാതിക്കാരിയായ സ്ത്രീയെ, അപ്നി ബഹൻ കി തൊര, തൻ്റെ സഹോദരിയെ പോലെ, ദേഖ്ഭാൽ കർണേക്ക വഹദ കർത്തേ ഹെ, നോക്കിക്കൊള്ളാം എന്ന് വാക്കുകൊടുക്കുന്നു. ഫര്യാദി ഔറത്ത് കി, പരാതിക്കാരിയായ സ്ത്രീയുടെ, സാരി അഖ്റാജാത്ത് കെ സിമദാരി, സാരി അഖ്റാജാത്ത് കെ, എല്ലാ ചെലവുകളുടെയും, സിമദാരി ഉത്തരവാദിത്വം, കർണേക്കെ വഹദ ബി കർത്തേ ഹെ, ഏറ്റെടുക്കാമെന്നുള്ള ഒരു വാക്ക് കൂടി രാജാവ് ആ സ്ത്രീക്ക് നൽകുന്നു. ഇതിൽ നിങ്ങൾക്ക് ഈസി ആയി തോന്നുന്ന 2 or 3 മാത്രം നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. അടുത്ത പ്രവർത്തനം മുക്കാലിമെ ഹോർസെ പഠിയെ, ഡയലോഗുകൾ ശ്രദ്ധയോടെ വായിച്ച്, ഓർ മുനാസിബ് കിർദാർ കോ ചോട്ട് കർ ലിഖിയെ, യോജിച്ച കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 4 കഥാപാത്രങ്ങളുടെ പേരാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. ബാദഷാ സലാമത്ത്, ഫര്യാദി ഔറത്ത്, നൂർജഹാൻ, സിപാഹി. ആദ്യത്തെ മുക്കാലിമ, ആദ്യത്തെ ഡയലോഗ് ഖാത്തിൽ ആപ്കെ മഹൽ മേ ഹെ, കൊലയാളി നിങ്ങളുടെ മഹലിൽ തന്നെ, നിങ്ങളുടെ കൊട്ടാരത്തിൽ തന്നെ ഉണ്ട്. ഇത് പറഞ്ഞത് ആരാണ്? ഫരിയാദി ഔറത്ത്. ഖാത്തിൽ
വഹ് ബി ഹമാരെ മഹൽ മേ, ആ കൊലയാളി അതും നമ്മുടെ കൊട്ടാരത്തിലോ? ഈ ഡയലോഗ് പറഞ്ഞത് ആരാണ്? ബാദുഷാ സലാമത്ത്. ബാദുഷാ ഉസ്കോ ഹർഗിസ് നഹി ബക്ഷേങ്കി, രാജാവ് അയാളോട് ഒരിക്കലും ക്ഷമിക്കുകയില്ല. ഇത് പറഞ്ഞത് ആരാണ്? സിപ്പായി അല്ലേ, ആ കാവൽക്കാരന് അല്ലെങ്കിൽ ഭടനാണ് അത് പറഞ്ഞത്, സിപ്പായി. അടുത്തത് വഹ് മുझे ആംഖേം ഫാട് ഫാട് കർ ദേഖ് രഹാ താ, അയാൾ എന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഇത് പറഞ്ഞത് ആരാണ്? നൂർജഹാൻ.